Emtees Super Smash 2022 ബയോളജി ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കുന്നത് ബയോളജിയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ബയോളജി ടിപ്സുകളാണ് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാം നീറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സബ്ജക്റ്റ് ബയോളജിയാണ്. കാരണം ഫിസിക്സിലും കെമിസ്ട്രിയിലും നമുക്ക് വരുന്നത് 45 ചോദ്യങ്ങൾ വീതമാണ്. പക്ഷേ ബയോളജിയിൽ നോക്കുകയാണെങ്കിൽ 90 ക്വസ്റ്റ്യൻസും ബയോളജിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ബയോളജി സബ്ജക്റ്റാണ്. കാരണം ബയോളജിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഫിസിക്സും കെമിസ്ട്രിയും അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് ബയോളജിയിൽ. ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്ന ടൈം 1 മിനിറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ 180 മിനിറ്റ്സുകളാണ് നമുക്ക് ടോട്ടൽ നീറ്റിൻ്റെ ഡ്യൂറേഷൻ. സാധാരണഗതിയിൽ 2 to 5 o'clock ഇടയിലാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബയോളജിയിൽ എങ്ങനെ നമുക്ക് ഈ 90 മാർക്സും കംപ്ലീറ്റ് അല്ലെങ്കിൽ 90 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പറയാം, ബയോളജിയിൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത് എപ്പോഴും ലൈൻ ബൈ ലൈൻ NCERT-യിലെ കാര്യങ്ങളാണ് വരിക. അപ്പോൾ വളരെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ബയോളജിയിലെ NCERT-യിലെ ലൈൻ ബൈ ലൈനുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഫിഗേഴ്സ്, അതുപോലെ തന്നെ നമ്മളവിടെ കൊടുത്തിരിക്കുന്ന കോളംസുകളെല്ലാം തന്നെ മനഃപ്പാഠമാക്കണം. ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ തന്നെ നമുക്കറിയാം ഏകദേശം 10 പരം മാച്ച് ദ ഫോളോയിങ് ആണ് ബയോളജിയിൽ നിന്ന് ചോദിച്ചത്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ, ഇപ്പോൾ A എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ 4 ആണെങ്കിൽ ആ ഒരു ഓപ്ഷനുള്ള മറ്റൊരു ആൻസേഴ്സ് അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതായത് വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് 1 മിനിറ്റ് എടുക്കാതെ തന്നെ ഏകദേശം 20-30 സെക്കൻഡുകൾ കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാം. അതിൽ ചോദ്യങ്ങളുടെ ഒരു ട്വിസ്റ്റിംഗ് ആണ് നമ്മുടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഒരു ഉദാഹരണം ഞാനിവിടെ പറയാം. അതായത് പാരാതൈറോയിഡ് ഹോർമോൺ, നമുക്കറിയാവുന്നതാണ്. പാരാതൈറോയിഡ് ഹോർമോൺ കാൽഷ്യം ലെവൽ കൂട്ടുന്ന ഹോർമോണാണ്. എങ്ങനെയാണ് ഈ കാൽഷ്യം ലെവൽ പാരാതൈറോയിഡ് ഹോർമോൺ കൂട്ടുന്നത്? ഒന്ന്, നമുക്കറിയാം ബോണുകളിൽ നിന്ന് കാൽഷ്യം വലിച്ചെടുത്തിട്ടാണ്. നമ്മുടെ ബുക്കിൽ കൊടുക്കുന്നത് റിസോർപ്ഷൻ ഫ്രം ബോൺസ് എന്നാണ്. രണ്ടാമത് പറയുന്നുണ്ട് ദറ്റ് ഈസ് കാൽഷ്യം അബ്സോർപ്ഷൻ ഫ്രം ഡൈജസ്റ്റഡ് ഫുഡ് എന്നാണ് പറയുന്നത്. അതായത് ദഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കാൽഷ്യം വലിച്ചെടുത്തുകൊണ്ടാണ്. മറ്റൊന്ന് പറയുന്നത് റീഅബ്സോർപ്ഷൻ ഫ്രം റീനൽ ട്യൂബ്യൂൾസ് എന്നാണ്. അവിടെ യൂസ് ചെയ്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, റീഅബ്സോർപ്ഷൻ ആണ്. കാരണം രണ്ടാമതാണ് അത് അബ്സോർബ് ചെയ്യുന്നത്. ആദ്യം കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്ന സ്ഥലം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലാണ്. രണ്ടാമത് അബ്സോർബ് ചെയ്യുന്ന സ്ഥലമാണ് റീനൽ ട്യൂബ്യൂളുകളിൽ. അതുകൊണ്ടാണ് ഇവിടെ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം റീനൽ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു പോയിന്റിൽ മാത്രം നമുക്ക് ട്വിസ്റ്റഡ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഈ ചോദ്യങ്ങൾ വരാം. മറ്റൊരു ചോദ്യം ഞാനിവിടെ പറയാം. അതായത് ബയോളജിയിൽ വരുന്നൊരു 2 എൻസൈമുകളുടെ കാര്യം. ഒന്ന് റെനിൻ എന്ന് പറയുന്നത്, RENNIN, NNIN ആണ്. ഇത് ശരിക്കും ചെറിയ കുട്ടികളുടെ ആമാശയത്തിൽ കാണുന്ന ഒരു എൻസൈമാണ്. ഈ ഒരു എൻസൈം കൊണ്ടാണ് ചെറിയ കുട്ടികളുടെ പാലിലുള്ള പ്രോട്ടീൻ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഇതേപോലെ മറ്റൊരു എൻസൈമും കൂടെയുണ്ട്, റെനിൻ. അതിൻ്റെ പ്രൊനൗൺസിയേഷനും റെനിൻ എന്ന് തന്നെയാണ്, RENIN എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു എൻസൈം നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം കൺവേർഷൻ ഓഫ്, അതായത് ദറ്റ് ഈസ് ജെക്സ്ട്രാ ഗ്ലോമറുലർ അപ്പാരറ്റസിൽ നിന്ന് നമുക്കറിയാം ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് റെനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ചെറിയ 2 കാര്യങ്ങളെ കൊണ്ട് തന്നെയാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ എംടീസ് സൂപ്പർ സ്മാഷ് 2022 കാണുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു. Emtees Academy.